അഭിമാനമാണ്, ഒരു സംശയമില്ല. 1952 ആരംഭിച്ച ഈ കോളേജിൽ ഈ ഓഡിറ്റോറിയം പണിയുന്നത് 60കളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം ഇത്രയും കളർഫുള്ളായി, ഇത്രയും മീനിങ് ഫുള്ളായി ഒരു സമ്മേളനം നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അനേക സമ്മേളനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, കോളേജിൻ്റേതും അല്ലാത്തതുമായെല്ലാം. ഇന്ന് ഈ അഖില മലങ്കര യുവന പ്രസ്ഥാനത്തിൻ്റെ ഈ സമ്മേളനം ഇത്രയും കളർഫുള്ളായിട്ട് കാണുമ്പോൾ അതിൻ്റെ സംഘാടകരെയും അതിൻ്റെ ചുമതലക്കാരെയും എല്ലാം ഞാൻ വളരെയേറെ സന്തോഷത്തോടുകൂടി അനുമോദിക്കുകയാണ്. പിന്നെ ഈ ഹാള്, ഈ ഓഡിറ്റോറിയം ആരുടെ നാമത്തിലാണെന്നുള്ളതറിയാം. ഭാഗ്യസ്മരണായ ബസേലിയോസ് ഗീവർഗീസ് ദിരിയൻ ബാബ തിരുമനസ് അദ്ദേഹമാണ് ഈ കോളേജ് ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞാൽ കൂദാശ ചെയ്ത് ഈ സഭയ്ക്ക് സമർപ്പിച്ചത്. ഉദ്ഘാടന നിർവഹിച്ചത് ശ്രീ ചിത്തിരതിരുനാളിൻ്റെ മഹാരാജാവാണ്. 1952 ഓഗസ്റ്റ് 1-ാം തീയതി. അപ്പം അവിടെ ഈ കോളേജിൽ, ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ ഈ ഭാഗ്യവാനെ ഓർക്കാതെ പോകാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഈ കോളേജിന് അനുവാദം ലഭിച്ചത് കഠിനാധ്വാനം ചെയ്ത് തിരുവനന്തപുരത്ത് അനേക യാത്രകൾ ചെയ്ത് 4-5 വർഷം യാത്ര ചെയ്ത് 1950കളിൽ അനുവാദം ലഭിച്ചു. പക്ഷേ 51 ഗീവർഗീസ് മാർ ഫീലക്സിനസ് പുത്തങ്കാൽ കൊച്ചതിന് വേണ്ടി കാലം ചെയ്തു. അത് സഭയ്ക്ക് വലിയ ഒരു ക്ഷീണമായിരുന്നു. ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുവാൻ കിട്ടിയ അനുവാദം എങ്ങനെ നടക്കുമെന്നൊരു വലിയ ചിന്താക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ ബാബാ തിരുമനസുണ്ട്, ബസേലിയോസ് ഗീവർഗീസ് ദിരിയൻ ബാബാ തിരുമനസുണ്ട് ഉടൻ തന്നെ അതിന് പ്രവർത്തനത്തിലാക്കി ഈ കോളേജ് ഉദ്ഘാടനം ചെയ്തു. രണ്ടുപേരെയും വളരെ ആദരപൂർവ്വം സ്മരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ പരിശുദ്ധ ബാബാ തിരുമേനിയെക്കുറിച്ച് സഭാകവി CP ചാണ്ടി സാറും MC കുര്യാക്കോസ് റമ്പാച്ചനും കൂടെ ചേർന്ന് എഴുതിയ ഒരു മംഗളഗാനമുണ്ട്. പഴയ പാട്ടാണ്. ഇവിടെ അറിയാവുന്നവർ ചിലപ്പോൾ ജെയിംസ് അച്ഛനെ പോലെയുള്ളവരൊക്കെ കാണുമായിരിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷന്മാർക്ക്, അതായത് മലങ്കര മെത്രാപ്പൊലീത്തായും കാതോലിക്കായും ആയിരിക്കുന്നവരെ അങ്ങനെ കീർത്തിച്ച് രചിച്ച ഒരു ഗാനമാണ്. അതിപ്രകാരമാണ്. അത് അദ്ദേഹത്തെ സ്മരിക്കുവാനായിട്ട് ഞാൻ ചൊല്ലുകയാണ്. അറിയാവുന്നവരുണ്ടെങ്കിൽ കൂടെ ചൊല്ലാം. കാതോലിക്ക മഹിമാസനവേദി ഒളിയായി വിലസുന്ന വൈദിക വിദ്യാഗ്രേസരനെ സത്യചാരപരായണനെ വാനവകാന്തിയഴും ജനക നാഥാഭാവ തിരുമേനി വാണാലും നീണാളതിബോധം. 6-7 ശീലുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ശോഭയും അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യ ശബ്ദമൊക്കെ ചേർന്ന് അതൊന്നും ഇപ്പോൾ പാടുന്നില്ല. എന്നാൽ ഒരു ശീലം കൂടെ പാടാം. ആടുകളോടുള്ള സ്നേഹം ഏത് തലത്തിലുള്ളവരും, വൈദികരായാലും മെത്രാച്ചന്മാരായാലും കുഞ്ഞുങ്ങളായാലും യുവാക്കളായാലും യുവതികളായാലും അവരോടുള്ള സ്നേഹം പ്രവർത്തിക്കുന്ന ഒരു ശീലമുണ്ട്. ആടുകൾ മധ്യേ വടിയേന്തിയൊരുത്തൻ നിലകൊള്ളുന്നല്ലോ, പേര് പറഞ്ഞു വിളിക്കുമ്പോൾ ഓരോന്നരികത്തണയുന്നു, അതിനെ പാലിക്കാനുയരും കളയാൻ മടിയില്ലാത്തിടയാ, വാണാലും നീണാളതിമോദം. അത് രണ്ട് മാത്രമേ ഇപ്പോൾ പാടുന്നുള്ളൂ. പിന്നീട് ഓർക്കാനുള്ളത് ഈ കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ, നമ്മുടെ എല്ലാവരുടെയും വലിയ എൻ്റെ പ്രത്യേക ഗുരു, അതിലാരും അസൂയപ്പെടരുത്.
എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന തിരുമേനി ഡാനിയൽ മാർ ഫെലിക്സിനോസ് തിരുമേനി ആദ്യത്തെ പ്രിൻസിപ്പലാണ്. കോളേജ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽമാരെ ആരും കിട്ടുന്നില്ല. അദ്ദേഹം റഹ്മാനായിരുന്ന സമയത്ത് ഈ കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ ഓഫീസിൽ പോയ പേര് കാണും. ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ റെനി സാറുണ്ട്, അതില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഒത്തിരി പേരുണ്ട്, എല്ലാവരും പേര് ഇപ്പോൾ പറയുന്നില്ല. ഈ സ്ഥാപനം അങ്ങനെ വളർന്നാണ് ഈ സഭയ്ക്ക് വേണ്ടി. ഈ സന്ദർഭത്തിൽ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ ഒത്തുചേരുമ്പോൾ നമ്മുടെ മുൻപിൽ അഭിമാനകരമായൊരു ചരിത്രമുണ്ട്. അഖില മലങ്കര യുവന പ്രസ്ഥാനം അതിൻ്റെ 92-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 1933 സഭയുടെ ചൈതന്യമായി മാറിയ ഈ പ്രസ്ഥാനം വെറുമൊരു സംഘടനയല്ല, മറിച്ച് സഭയുടെ ഒരു ജീവശ്വാസമാണെന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല. പ്രാർത്ഥന, പഠനം, സേവനം എന്ന ത്രിമുഖ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് 9 പതിറ്റാണ്ടിലേറെയായി നമ്മുടെ യുവജനങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചെന്നത് ചെറിയൊരു കാര്യമല്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തുമ്പോൺ ഭദ്രാസത്തെയും വിശിഷ്യ പരിശുദ്ധ സഭയുടെ തേജസ്സായിരുന്ന പുത്തങ്കാവ് ഗീവർഗീസ് മാർ ഫീലിക്സിനോസ് തിരുമേനിയെ സ്മരിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാനാകില്ല. തിരുമനസ്സുകൊണ്ട് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഈ മാക്കാംകുന്ന് മുഴുവൻ കിളച്ച് മറിച്ചതാണ്. നല്ല ആരോഗ്യമുണ്ടായിരുന്നു. 33-ാമത്തെ വയസ്സിലാണ് മെത്രാച്ചനായത്. ഈ മാക്കാംകുന്ന് മുഴുവൻ കിളച്ച് ഈ സ്കൂളാണ് ആദ്യം ഇവിടെ സ്ഥാപിച്ചത്. ഈ ആദ്യത്തെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, കെമിസ്ട്രിയൊക്കെല്ലാം സ്കൂളിൻ്റെ കെട്ടിടം ഇതാണ് ആദ്യം സ്ഥാപിച്ച സ്കൂളായിരുന്നു. കോളേജ് അനുവദിച്ചപ്പോൾ സ്കൂളിൻ്റെ കെട്ടിടം കോളേജിന് എടുത്തിട്ട് സ്കൂൾ മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്തത്. കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ കാണാൻ വരുമായിരുന്നു. ഈ കയ്യിലൊക്കെ ചേറും ചെളിയുമായിക്കൊണ്ട് ഈ മുട്ടിന് മുത്തിക്കോളം പറയും. അങ്ങനെ മുത്തിച്ച് അവരോട് നീയും കൂതാലി എടുത്ത് കളിക്കാൻ പറയും. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടായൊരു സ്ഥാപനമാണിത്. പരിശുദ്ധ സഭയിൽ തേജസ്സായ പുത്തങ്കാവ് ഗീവർഗീസ് മാർ ഫീലിക്സിനോസ് കൊച്ചു തിരുമേനി സ്മരിക്കാതെ മുൻപോട്ട് പോകാനാവില്ല. തുമ്പോൺ ഭദ്രാസന ചരിത്രം നമ്മുടെ സഭയുടെ പോരാട്ടങ്ങളുടെയും അതിജീവനത്തിൻ്റെയും ചരിത്രമാണ്. പത്തനംതിട്ടയുടെയും പരിസര പ്രദേശങ്ങളുടെയും ആത്മീയ ഉണർവിന് ഈ ഭദ്രാസനം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. യുവജന പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകർക്ക് ആവേശം നൽകിയത് പുത്തൻകാവ് കൊച്ചു തിരുമേനിയുടെ തീക്ഷ്ണമായ നിലപാടുകളും പ്രസംഗങ്ങളുമായിരുന്നു. അവിടുന്ന് ഒരു കവിയായിരുന്നു, വാഗ്മിയായിരുന്നു. അതിലുപരി യുവജനങ്ങളുടെ വലിയ വഴികാട്ടിയുമായിരുന്നു. അവിടുത്തെ സ്മരണകൾ ഇന്നും ഈ മണ്ണിൽ അലയടിക്കുന്നുണ്ട്. സഭയുടെ കെട്ടുറപ്പിനും യുവജനങ്ങളെ ആത്മീയ പരിവേഷണത്തിനുമായി അവിടുന്ന് കാണിച്ചെന്ന പാത പിന്തുടരുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. 2016 മെയ് 15, 16, 17 തീയതികളിൽ നാം ഇവിടെ ഒന്നിച്ചു കൂടുന്നത് വെറുമൊരു ക്യാമ്പിനല്ല. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയും പുതിയ ജീവിത രീതികളും നമ്മുടെ യുവതലമുറയെ പലപ്പോഴും സഭയുടെ മൂല്യങ്ങളിൽ നിന്ന് അകറ്റുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് പോലെ അറിവിൻ്റെ ഒരു കേന്ദ്രത്തിൽ വെച്ച് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അത്യന്തം ഉചിതമാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതരും, നിങ്ങളാണ് സഭയുടെ ഭാവി വാഗ്ദാനം. നിങ്ങളുടെ കഴിവ് വളരെയാണ്. ഞങ്ങളുടെക്കാൾ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ കഴിവുണ്ട്, ആവേശമുണ്ട്, ആദർശമുണ്ട്. ഒരു സംശയം, നിങ്ങളുടെ ആവേശവും ആദർശവും ഭാവി സഭയ്ക്ക് എന്നും പ്രകാശിക്കുന്ന വിളക്കായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ക്യാമ്പ് വളരെ അനുഗ്രഹമായി തീരുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രസ്താവിക്കുന്നു.